ഹായ് ഹലോ ഫ്രണ്ട്സ്, ആൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് വിമൻ മിലിറ്ററി പോലീസ്. പെൺകുട്ടികൾക്ക് മിലിറ്ററി പോലീസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം വിമൻ മിലിറ്ററി പോലീസ് എന്താണ്, നിങ്ങൾക്ക് ഇവിടെ ലഭിക്കാൻ പോകുന്ന റോൾസ് ആൻഡ് ഡ്യൂട്ടീസ് എന്തൊക്കെയായിരിക്കും, സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു സെഷനിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി തന്നെ കാണാൻ ശ്രമിക്കുക. നമുക്ക് നേരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ സെഷനിലേക്ക് പോകാം. സോ നമുക്ക് ആദ്യമായിട്ട് നോക്കാം വിമൻ മിലിറ്ററി പോലീസ് എന്താണെന്ന്. അതായത് വിമൻ മിലിറ്ററി പോലീസ് ഈസ് എ റോൾ വിത്തിൻ എ മിലിറ്ററി ഫോഴ്സ്. അതായത് മിലിറ്ററി ഫോഴ്സിനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട റോളാണ് വിമൻ മിലിറ്ററി പോലീസ് എന്ന് പറയുന്നത്. അപ്പം മിലിറ്ററി ഫോഴ്സിനകത്താണ് നമ്മുടെ വിമൻ മിലിറ്ററി പോലീസ് വരുന്നത്. ഇവിടെ ലോ എൻഫോഴ്സ്മെന്റ് നടത്തുന്നത് സ്ത്രീകളായിരിക്കും. അതായത് പെൺകുട്ടികൾക്ക് കിട്ടുന്ന ഒരു അവസരമാണ് നിയമം നടപ്പിലാക്കുന്നതിനും അതുപോലെ തന്നെ മെയിൻറ്റെയിനിങ് ഡിസിപ്ലിൻ, ഇൻവെസ്റ്റിഗേറ്റിംഗ് ക്രൈം, എൻഷുറിംഗ് സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക, അതുപോലെ തന്നെ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ നടത്തുക, ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക തുടങ്ങിയ പ്രധാനപ്പെട്ട റോളുകളിലാണ് വിമൻ മിലിറ്ററി പോലീസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട റോളുകൾ ഏതൊക്കെയാണെന്നാണ്. വിമൻ മിലിറ്ററി പോലീസ് എന്ന് പറഞ്ഞാൽ ക്രൈം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതും സെക്യൂരിറ്റി എൻഷുർ ചെയ്യുന്നതും മാത്രമല്ല, ഇനിയും അതിനപ്പുറം മറ്റു പല പ്രധാനപ്പെട്ട ഡ്യൂട്ടീസും നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് നോക്കാം. ആദ്യമായി പോലീസിംഗ് കണ്ടോൺമെന്റ്സ് ആൻഡ് ആർമി എസ്റ്റാബ്ലിഷ്മെന്റ്സ്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ മെയിൻറ്റെയിനിങ് ഡിസിപ്ലിൻ ആൻഡ് എൻഷുറിംഗ് സെക്യൂരിറ്റി വിത്തിൻ മിലിറ്ററി ഏരിയ. മിലിറ്ററി ഏരിയയിൽ നിന്നുകൊണ്ട് നമ്മൾ സെക്യൂരിറ്റി ഉറപ്പാക്കുകയും അതുപോലെ തന്നെ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ആദ്യത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഒഫൻസുകൾ അല്ലെങ്കിൽ ക്രൈമുകൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതും എന്താണ് വിമൻ മിലിറ്ററി പോലീസിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോളാണ്. അതോടൊപ്പം തന്നെ മിലിറ്ററി എയ്ഡ് ടു സിവിൽ അതോറിറ്റീസ്. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ സിവിൽ ടാസ്കുകളൊക്കെ തരും. അപ്പോൾ സിവിൽ ടാസ്കുകൾ ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അസിസ്റ്റ് ചെയ്യുകയും നിങ്ങൾക്ക് അസിസ്റ്റന്റ് നൽകേണ്ടി വരും. അതായത് സിവിൽ ടാസ്കുകൾ ചെയ്യാനായിട്ട് നിങ്ങളുടെ സഹായവും നിങ്ങൾക്ക് അവിടെ നൽകേണ്ടതായിട്ടുണ്ട്. ഇനി അസിസ്റ്റിംഗ് ഇൻ ഓപ്പറേഷൻസ്, അതായത് ട്രാഫിക് കൺട്രോൾ, ഓപ്പറേഷണൽ സെക്യൂരിറ്റി തുടങ്ങിയ മേഖലകളിലും നിങ്ങൾക്ക് എന്താണ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നൊരു ഡ്യൂട്ടി കൂടി ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിമൻ മിലിറ്ററി പോലീസിൽ നിങ്ങൾ പെർഫോം ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഹൗ ടു ജോയിൻ ദ വിമൻ മിലിറ്ററി പോലീസ്. അപ്പോൾ വിമൻ മിലിറ്ററി പോലീസിനെ പറ്റി കേട്ടപ്പോൾ ജോയിൻ ചെയ്യാനുള്ള താല്പര്യമൊക്കെ നിങ്ങൾക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ടാകും അല്ലേ? അപ്പോൾ എങ്ങനെയാണ് വിമൻ മിലിറ്ററി പോലീസിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നത് നോക്കാം. നമുക്ക് ജനറൽ എൻട്രി വഴി ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പോസ്റ്റ് വരുന്നത് സോൾജിയർ ജനറൽ ഡ്യൂട്ടിയാണ്. അതായത് വിമൻ മിലിറ്ററി പോലീസിൽ തന്നെ ജനറൽ ഡ്യൂട്ടി പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമുക്കൊന്ന് നോക്കാം. ക്ലാസ് 10th പാസ് ആയിരിക്കണം അല്ലേ? മെട്രിക്കുലേഷൻ പാസ് ആയിരിക്കണം. അതായത് 45% കുറയാതെ നിങ്ങൾ 10ൽ മാർക്ക് നേടിയിട്ടുണ്ടാകണം. ഓരോ സബ്ജക്റ്റിലും 10ാം ക്ലാസ്സിൽ നിങ്ങൾക്കുള്ള ഓരോ സബ്ജക്റ്റുകൾക്കും 33% മിനിമം മാർക്കും ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, ഏജ് ലിമിറ്റ്, പ്രായപരിധി 17.5 വയസ്സ് മുതൽ 21 വയസ്സ് വരെ പ്രായമുള്ള വനിതകൾക്ക് അപ്ലൈ ചെയ്യാവുന്ന പോസ്റ്റാണ് സോൾജിയർ ജനറൽ ഡ്യൂട്ടി പോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി സെലക്ഷൻ പ്രോസസ്സ് നമുക്കൊന്ന് നോക്കാം. 3 ഘട്ടങ്ങളിലായിട്ടാണ് നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് കോമൺ എൻട്രൻസ് എക്സാം ആയിരിക്കും. അതായത് ഓൺലൈൻ ആയിട്ടാണ് ഈ കോമൺ എൻട്രൻസ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റും അതോടൊപ്പം തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങളുടെ ഹൈറ്റ്, വെയിറ്റ്, ചെസ്റ്റ് എക്സ്പാൻഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അതുമായിട്ട് മാച്ച് ചെയ്ത് നിങ്ങളുടേതും അതുപോലെ തന്നെയാണോ, നോട്ടിഫിക്കേഷനിൽ പറയുന്ന മാനദണ്ഡ പ്രകാരമാണോ എന്നൊക്കെ ഉള്ളത് മാച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് മെഡിക്കൽ എക്സാമിനേഷൻ ആണ്. മെഡിക്കൽ ടെസ്റ്റും കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഒഫീഷ്യൽ വെബ്സൈറ്റ് joinindianarmy.nic.in എന്ന ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു പോസ്റ്റാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കുള്ളതാണ് വിമൻ മിലിറ്ററി പോലീസ്. പെൺകുട്ടികൾക്ക് ഡിഫൻസിലൊക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അവസരങ്ങൾ മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്താനായിട്ട് നോക്കുക. നെക്സ്റ്റ്, വിമൻ ആർ ഫുള്ളി
integrated into all major central armed police forces, often referred to as paramilitary forces. അപ്പോൾ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ വനിതകൾക്ക് പാരാമിലിറ്ററിയിലേക്കും ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ പാരാമിലിറ്ററിയിൽ നമുക്ക് ഓഫർ ചെയ്യുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് പാരാമിലിറ്ററി ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യത്തേത് CRPF, നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. CRPF സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ആണ് CRPF എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ISF സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ആണ് ISF. തേർഡ് വൺ എന്ന് പറയുന്നത് BSF ആണ്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. അതോടൊപ്പം തന്നെ ITBP ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്, SSB സഹസ്ര സീമ ബൽ, അതോടൊപ്പം ആസാം റൈഫിൾസും പാരാമിലിറ്ററിയിൽ വരുന്ന ഫോഴ്സസ് ആണ്. അപ്പോൾ ഇത്രയും ഫോഴ്സുകളിലേക്കും സ്ത്രീകൾക്കും ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും എന്ന പ്രത്യേകതയുണ്ട്. ഈ പറയുന്ന ഫോഴ്സുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാരാമിലിറ്ററി ഫോഴ്സസ് എന്ന് പറയുന്നത്. ഇന്ത്യൻ ആർമിയിലെ പാരാമിലിറ്ററി ഫോഴ്സുകളിലേക്ക് വനിതകൾക്കും ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ സ്ത്രീകൾക്കായിട്ട് പ്രധാനമായും 2 പോസ്റ്റുകൾ വെവ്വേറെയായിട്ട് വിമൻ മിലിറ്ററി പോലീസിനകത്ത് വരുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് കോൺസ്റ്റബിൾ, ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റുകളുമുണ്ട്. രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ ഗസറ്റഡ് ഓഫീസർ പദവിയിലേക്ക് വരുന്ന അസിസ്റ്റന്റ് കമാൻഡന്റ് പോസ്റ്റുകളും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന പോസ്റ്റുകളിലേക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യത്തെ എൻട്രി ലെവൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കോൺസ്റ്റബിൾ അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റുകളിലേക്കാണ്. ഇതെന്ന് പറഞ്ഞാൽ നോൺ ഓഫീസർ പോസ്റ്റുകളാണ്. അപ്പം കോൺസ്റ്റബിൾ GD പോസ്റ്റ് നമുക്ക് നോക്കാം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 10th പാസ് ആയിരിക്കണം. ഏജ് ലിമിറ്റ് വരുന്നത് 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെയാണ്. നമ്മുടെ ഈ ഒരു എക്സാമിന്റെ റിക്രൂട്ട്മെന്റ് ബോഡി എന്ന് പറയുന്നത് SSC GD കോൺസ്റ്റബിൾ എക്സാം തന്നെയാണ് നമ്മുടെ വിമൻ മിലിറ്ററി പോലീസിലെ എൻട്രി ലെവൽ എക്സാമിനേഷനും കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റുകളിലേക്കാണെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 12th പാസ് ആയിരിക്കണം, അതായത് +2 പാസ് ആയിട്ടുണ്ടാകണം. ഏജ് ലിമിറ്റ് വരുന്നത് 18 മുതൽ 25 വയസ്സ് വരെയാണ്. അതോടൊപ്പം തന്നെ റിക്രൂട്ടിംഗ് ബോഡി എന്ന് പറയുന്നത് CAPF അല്ലെങ്കിൽ SSC ആയിരിക്കും റിക്രൂട്ടിംഗ് ബോഡി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഗസറ്റഡ് ഓഫീസർ പോസ്റ്റുകളിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ആണ് നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. അതായത് അസിസ്റ്റന്റ് കമാൻഡന്റ് പോസ്റ്റുകളിലേക്കുള്ളതാണ്. ഈ ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് കമാൻഡന്റ് പോസ്റ്റ് ആണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ഡിഗ്രി ഏത് സബ്ജക്റ്റിലും മെയിൻ എടുത്ത് നിങ്ങൾക്ക് ഡിഗ്രി പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഏജ് ലിമിറ്റ് വരുന്നത് 20 വയസ്സ് മുതൽ 25 വയസ്സ് വരെ പ്രായമുള്ള വനിതകൾക്ക് അപ്ലൈ ചെയ്യാൻ ആയിട്ട് സാധിക്കുന്ന ഒരു പോസ്റ്റാണ്. റിക്രൂട്ടിംഗ് ബോഡി എന്ന് പറയുന്നത് UPSC ആണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ CAPF എക്സാം ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ശ്രദ്ധിക്കുക. പെൺകുട്ടികൾ, ഡിഗ്രി യോഗ്യതയുള്ള പെൺകുട്ടികൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്ന പോസ്റ്റാണ് അസിസ്റ്റന്റ് കമാൻഡന്റ് പോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ജനറൽ ആയിട്ട് ഈ പറയുന്ന എല്ലാ പോസ്റ്റുകളിലേക്കും വെവ്വേറെ ആയിട്ട് തന്നെയാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ജനറൽ ആയിട്ട് നമുക്ക് സെലക്ഷൻ പ്രോസസ്സ് ഒന്ന് നോക്കാം. റിട്ടൺ എക്സാമിനേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ മോഡ് തന്നെയാണ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ എക്സാമിനായിട്ട് നടക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആണ്. അവിടെ നിങ്ങളുടെ ഹൈറ്റ് അതുപോലെ തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ചെക്ക് ചെയ്യുന്നത്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനകത്ത് നിങ്ങളുടെ ഫിറ്റ്നസ് ടെസ്റ്റുകളായിരിക്കും. അതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടും? ലോങ് ജമ്പ്, ഹൈ ജമ്പ്, റണ്ണിങ് തുടങ്ങിയ ഇവൻറ്റുകളായിരിക്കും ഇതിൽ ഉൾപ്പെടുന്നത്. സ്ത്രീകൾക്കായിട്ട് റിലാക്സേഷൻ ഒക്കെ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഫിറ്റ്നസ് ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട് മെഡിക്കൽ ടെസ്റ്റും കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം എക്സാമിനേഷൻ, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, മെഡിക്കൽ എക്സാമിനേഷൻ തുടങ്ങിയ സ്റ്റേജസ് വഴിയാണ് നമ്മുടെ ഈ ഒരു എക്സാമിന്റെ ഒക്കെ സെലക്ഷൻ പ്രോസസ്സ് നടത്തുന്നത് എന്ന് പറയാം. സോ വിമൻ മിലിറ്ററി പോലീസിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാകണം. നിങ്ങൾക്ക് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ സെഷൻ ആയിരുന്നു ഇന്നത്തേത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനാകുന്ന ഒട്ടനവധി പോസ്റ്റുകൾ വിമൻ മിലിറ്ററി ഫോഴ്സിനകത്ത് വരുന്നുണ്ട്. തീർച്ചയായിട്ടും പാരാമിലിറ്ററിയിലേക്കും വനിതകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ നോട്ടിഫിക്കേഷൻ വരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയായിരിക്കും നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പം നിങ്ങൾക്കായിട്ട് ആൻഡ്ര ഡിഫൻസ് അക്കാഡമിയിൽ ആർമി റാലി ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഓഫ്ലൈൻ ആയിട്ടും അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കുന്നതാണ്. ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്തവർക്കായിട്ട് നമ്മുടെ ആപ്പിൽ റെക്കോർഡഡ് സെഷൻ അവൈലബിൾ ആയിരിക്കും. അതോടൊപ്പം തന്നെ വീക്ക്ലി 6 ഡേയ്സും നിങ്ങൾക്ക് ക്ലാസ്സസ് ലഭിക്കുന്നുണ്ട്. ഓരോ ക്ലാസ്സിന് ശേഷവും ഡെയിലി പ്രാക്ടീസ് പേപ്പർ ഉണ്ടായിരിക്കും DPP ലഭിക്കുന്നത്.
ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ റിവിഷന് വേണ്ടിയിട്ട് മോക്ക് ടെസ്റ്റിനുമായിട്ട് ഒട്ടനവധി നിങ്ങൾക്ക് ബെനിഫിറ്റ് ആകുന്ന സെഷൻസും ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഓഫീസ് നമ്പറാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഉടൻ തന്നെ വിളിക്കുക, നിങ്ങളുടെ സീറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ, നോട്ടിഫിക്കേഷനുകൾ, ലേറ്റസ്റ്റ് ന്യൂസുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ 2 ഇമ്പോർട്ടൻറ്റ് പ്ലാറ്റ്ഫോംസ് ആണ് റൺ ചെയ്യിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനലാണ്. ആൻഡ്രൻ ആർമി നേവി SSC RRB അക്കാഡമി എന്നതാണ് ഞങ്ങളുടെ ടെലിഗ്രാം ചാനൽ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനൽ. ഈ 2 ചാനലും നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉടൻ തന്നെ ഫോളോ ചെയ്യുക. ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പുതിയ അപ്ഡേറ്റുകളും നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 2 ചാനലും ഞങ്ങൾ റൺ ചെയ്യിക്കുന്നത്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ സെഷനെ കുറിച്ചിട്ടോ അല്ല എങ്കിൽ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ, അഡ്മിഷൻ ബന്ധപ്പെട്ട നിങ്ങളുടെ എൻക്വയറീസ് തുടങ്ങിയവ നിങ്ങൾക്ക് ചോദിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഓഫീസ് നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. സോ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ സെഷൻസ് നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ സെഷൻ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഇതുപോലെയുള്ള ഇമ്പോർട്ടൻറ്റ് വീഡിയോ സെഷനുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.